ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ആധുനിക അറബി സാഹിത്യം പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരുണ്ട്: മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. അറബി നോവലിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതിച്ചേർത്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കും കൃതികളിലേക്കും നമുക്കൊന്ന് ആഴത്തിൽ സഞ്ചരിക്കാം. നമുക്കൊരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? ആധുനിക അറബിയിലെ ആദ്യത്തെ നോവൽ എഴുതിയത് ഫലാഹ് മിസ്ർ എന്ന പേരിലായിരുന്നു. അതായത് ഒരു ഈജിപ്ഷ്യൻ കർഷകൻ. ആരായിരുന്നു ഈ കർഷകൻ? എന്തിനായിരിക്കും അദ്ദേഹം സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഇങ്ങനെയൊരു തൂലികാനാമം സ്വീകരിച്ചത്? ഈ ഒരു സംശയത്തിൽ നിന്നാണ് നമ്മൾ ഹൈക്കലിനെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. അതെ, ആ ഈജിപ്ഷ്യൻ കർഷകൻ മറ്റാരുമായിരുന്നില്ല, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ തന്നെയായിരുന്നു. 1888 ജനിച്ച് 1956 ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹം വെറുമൊരു നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല. അല്ലേയല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു പത്രപ്രവർത്തകനായിരുന്നു. അങ്ങനെ പല മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആധുനിക അറബി നോവലിന്റെ ശില്പി അഥവാ എഞ്ചിനീയർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെ നമ്മൾ അടുത്തറിയണം. ഈജിപ്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആ യാത്ര അദ്ദേഹത്തിന്റെ ചിന്തകളെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 1888 കഫർ ഗന്നാം എന്ന ഒരു ഗ്രാമത്തിലെ ജനനം, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കെയ്റോയിലെ നിയമപഠനം, ഒടുവിൽ 1912 പാരീസിലെ സോർബോണിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ്. ഇതൊരു സാധാരണ വിദ്യാഭ്യാസ പുരോഗതിയല്ല. ഒരു വശത്ത് ഈജിപ്ഷ്യൻ ഗ്രാമത്തിന്റെ സംസ്കാരം, മറുവശത്ത് യൂറോപ്പിലെ പുത്തൻ ചിന്തകൾ. ഈ രണ്ടു ലോകങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്റേത്. ആ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ എഴുത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. അപ്പോ അദ്ദേഹത്തിന്റെ ചിന്തകളെ രൂപപ്പെടുത്തിയ പ്രധാന ശക്തികൾ ഏതൊക്കെയായിരുന്നു? 2 ധാരകളായിട്ട് നമുക്കതിനെ തിരിക്കാം. ഒന്ന്, ഈജിപ്തിലെ നവോത്ഥാന നായകരായിരുന്ന അഹമ്മദ് ലുത്ഫി അസയ്യദ്, ഷേഖ് മുഹമ്മദ് അബ്ദു, ഖാസിം അമീൻ എന്നിവരുടെ ആശയങ്ങൾ. മറ്റൊന്ന്, പാരീസിൽ വെച്ച് അദ്ദേഹം അടുത്തറിഞ്ഞ ഫ്രഞ്ച് സാഹിത്യം. അതായത് ഈജിപ്ഷ്യൻ ദേശീയതയും പാശ്ചാത്യ സാഹിത്യരീതികളും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്ന എഴുത്തുകാരൻ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കൽ വെറുമൊരു എഴുത്തുകാരനായിരുന്നില്ലെന്ന്. ഈജിപ്തിലെ രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വളരെ ആക്റ്റീവായി ഇടപെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ആ റോളുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒരേ സമയം പല വഴികളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. മൻസൂറയില് ഒരു അഭിഭാഷകനായിട്ടാണ് കരിയർ തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ അസിയാസ എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്ററായി. അവിടെ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു. ഒടുവിൽ പലതവണ ഈജിപ്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ചുരുക്കിപ്പറഞ്ഞാൽ ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നേരിട്ട് അറിവുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് ഇത്രയധികം ആഴം നൽകിയത്. ഇനി നമ്മൾ വരുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടിലേക്കാണ്. അറബി സാഹിത്യത്തിന്റെ ഗതി തന്നെ മാറ്റിക്കുറിച്ച സൈനബ് എന്ന നോവലിന്റെ പിറവിയിലേക്ക്. സൈനബ് 1914 ആധുനിക അറബി സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ. ഈ പേരും ഈ വർഷവും നിങ്ങളുടെ ഓർമ്മയിൽ ഭദ്രമായി സൂക്ഷിക്കുക. കാരണം അറബി സാഹിത്യത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഈ നോവലിൽ നിന്നാണ് യഥാർത്ഥ തുടക്കം. എന്തുകൊണ്ടാണ് സൈനബ് ഒരു നാഴികക്കല്ലായത്? ഹൈക്കൽ തന്നെ അതിനുത്തരം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇതെന്റെ ഗൃഹാതുരത്വത്തിന്റെ ഫലമാണ്. പാരീസിലിരുന്ന് എഴുതിയതാണ്. എന്റെ മനസ്സിൽ ഈജിപ്തിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമുണ്ടായിരുന്നു. അതോടൊപ്പം പാരീസിനോടും ഫ്രഞ്ച് സാഹിത്യത്തോടുമുള്ള ആരാധനയും. സിംപിളായി പറഞ്ഞാൽ യൂറോപ്യൻ നോവലിന്റെ സാങ്കേതിക തികവ് ഉപയോഗിച്ച് ഈജിപ്തിലെ ഒരു സാധാരണ ഗ്രാമത്തിന്റെ കഥ പറയുകയായിരുന്നു അദ്ദേഹം.
സൈനബ് എഴുതിയ ഹൈക്കലിന്റെ കരിയർ അവിടെ അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുജീവിതത്തിൽ പിന്നീട് വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹം പതിയെ ഇസ്ലാമിക ചരിത്ര രചനയിലേക്ക് തിരിയുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം? ഇത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ പൂർണ്ണമായി അറിയാൻ അത്യാവശ്യമാണ്. ഈ സ്ലൈഡിലെ താരതമ്യം നോക്കൂ. വളരെ വ്യക്തമാണ് ആ മാറ്റം. ആദ്യകാലത്ത് സൈനബ് പോലെയുള്ള കൃതികളിലൂടെ ഈജിപ്ഷ്യൻ സമൂഹത്തെയും പാശ്ചാത്യ ആശയങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. എന്നാൽ പിൽക്കാലത്ത് ഹയാത്ത് മുഹമ്മദ്, അൽ ഫാറൂഖ് ഉമർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസ പുരുഷന്മാരുടെ ജീവിതം അദ്ദേഹം രേഖപ്പെടുത്തി. ഇതൊരു എഴുത്തിലെ മാറ്റം മാത്രമല്ല, ഹൈക്കലിന്റെ ചിന്തയുടെ വളർച്ച കൂടിയാണ് കാണിക്കുന്നത്. അപ്പോ മൊത്തത്തിൽ നോക്കുമ്പോ എന്തൊക്കെയാണ് ഹൈക്കലിന്റെ സാഹിത്യ പൈതൃകം? അറബ് ലോകത്തിന് അദ്ദേഹം നൽകിയ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വൈവിധ്യം ഈ പട്ടികയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 1914 സൈനബ് എന്ന നോവലിൽ തുടങ്ങി ഹയാത്തു മുഹമ്മദ് പോലുള്ള ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയി 1955 ഹഖദ ഹുലിക്തു അഥവാ ഇങ്ങനെയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു ആധുനിക സ്ത്രീയുടെ കഥ പറയുന്ന പുസ്തകത്തിൽ വരെ അദ്ദേഹത്തിന്റെ എഴുത്തെത്തി നിൽക്കുന്നു. ഓരോ കൃതിയും അദ്ദേഹത്തിന്റെ ബൗദ്ധിക യാത്രയുടെ ഓരോ ഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. 20-ലധികം പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഈയൊരു സംഖ്യ മതി അറബ് സാഹിത്യലോകത്ത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ സ്ഥാനം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അപ്പോ നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ്. ഒരൊറ്റ വ്യക്തിക്ക് എങ്ങനെയാണ് രാഷ്ട്രീയം, ആധുനിക സാഹിത്യം, ഇസ്ലാമിക ചരിത്രം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ഇത്ര ആഴത്തിൽ അറിവ് നേടാനും എഴുതാനും സാധിച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെക്കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത്, ആധുനിക അറബ് ലോകത്തിന്റെ സങ്കീർണമായ ചരിത്രം കൂടിയാണ്. നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഈ ചിന്ത കൂടുതൽ കരുത്ത് നൽകട്ടെ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.